ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കടലക്കറി തയ്യാറാക്കിയാലോ. കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടലക്കറി ഉണ്ടാക്കുന്നുണ്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കടലക്കറി റെസിപ്പികൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കടലക്കറി ഉണ്ടാക്കുന്നത്. എനിക്ക് കടലക്കറി വളരെ ഇഷ്ടവുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു കുറുകിയ രീതിയിലുള്ള കടലക്കറിയാണ്. ഇതിൽ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കടലക്കറി ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. പക്ഷെ പുട്ടിനും അപ്പത്തിനൊക്കെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലെ കടലക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3/4 കപ്പ് കടല വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ 8 മണിക്കൂർ സോക്ക് ചെയ്യാം കേട്ടോ. ഇതിലേക്കായിട്ട് 3 സവോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 3 സവോള വേണം. പിന്നെ ഒരു ചെറിയ തക്കാളി വേണം, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി. പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 4 അല്ലി വെളുത്തുള്ളി എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തക്കോലം, ഒരു 4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ 3/4 കപ്പ് കടലയ്ക്ക് എന്തിനാണ് 3 സവോള എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അത്രയും ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫും കൂടി ചേർത്തോളൂ. ഞാൻ ബേ ലീഫ് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. ബേ ലീഫ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. 1 എണ്ണം, 2 എണ്ണം അരച്ചെടുക്കണം. ഈ ഒരു പീസ് ഇഞ്ചിയും 2 സവോളയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കുക. ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ഈ 3/4 കപ്പ് കടലയിലേക്ക് 2.25 കപ്പ് വെള്ളം ചേർത്തിട്ട്, നല്ല ഗ്രേവിയുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2.25 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട്, അധികം ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കടലയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും. ഞാനിതിപ്പോൾ 4 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കടല വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് ഒരു സവോള കട്ട് ചെയ്ത് വയ്ക്കാം, തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാം, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം, 2 സവോളയും 1 പീസ് ഇഞ്ചിയും ചേർത്ത് അരച്ചും വയ്ക്കാം. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ സവോളയും ഇഞ്ചിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. ഒന്ന് അരച്ചെടുത്തിട്ട് മാത്രം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുക. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോള ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉണ്ടായ ചെറിയ സവോളയാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ തക്കാളി ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കടല കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കടല കുക്കായി കഴിഞ്ഞു. ഞാനിപ്പോൾ ബാക്കിയുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ബേ ലീഫും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് മാത്രം ആവശ്യമായ ഉപ്പ്. ഇനി സവോളയൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കാം മുളക് പൊടിക്ക് പകരമായിട്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് ഇതിപ്പോൾ കറി ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കടലക്കറി നമുക്ക് വേണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ ആ റോ ടേസ്റ്റ് മാറി വന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിക്ക് കുറച്ച് കളർ കുറവാണ്, ഈ മസാലയ്ക്ക് കുറച്ച് കളർ കുറവാണ്. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു കളർ വരാനായിട്ട്. വളരെ ചെറിയ അളവിലേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ഇളക്കി എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് സമയം എടുക്കും കേട്ടോ എണ്ണ തെളിഞ്ഞ് വരാനായിട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവോള അരച്ചതും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സായിട്ട് ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് സൈഡിൽ. ഈ സമയത്ത് നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി മിക്സിയിൽ നമ്മളിപ്പോൾ സവോള അരച്ചതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ചേർക്കാം. തക്കാളി അരച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കറിയിൽ തക്കാളി കഷ്ണങ്ങളൊന്നും കാണാൻ കിട്ടില്ല, മുഴുവൻ അരഞ്ഞു പോകും. അപ്പോൾ തക്കാളി അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. പക്ഷെ നമ്മൾ കടലക്കറിയിൽ അധികം മല്ലിയില ചേർക്കാറില്ല കേട്ടോ. വെള്ള കടലയാണ് ഇതുപോലെ കറി ഉണ്ടാക്കുന്നതെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല. കടലയിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ
തിളപ്പിച്ച വെള്ളം ചേർക്കാം കേട്ടോ കടലയിലേക്ക്. പച്ചവെള്ളം ചേർത്തിട്ട് കറി റെഡിയാക്കി എടുക്കരുത്. ഇനിയിപ്പോൾ തക്കാളി കുക്കാവൊന്നും വേണ്ട. തക്കാളി നമ്മുടെ കടലയുടെ കൂടെ ചേർന്നിട്ട് കുക്കായി വന്നോളും. ഞാനിപ്പോൾ വെള്ളത്തോടു കൂടി കടല ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ, കടല വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിരുന്നത്. ആ അരപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു കറി തിളച്ച് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കുറുകി വരും. ഇപ്പോൾ നമ്മുടെ കടലക്കറി കണ്ടോ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും കുറുകിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ കടല അരച്ചത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കടല അരച്ചത് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്യുക. കടല അരച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ വീണ്ടും നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് കുറുകി വരും. കണ്ടോ നല്ല കുറുകിയ കടലക്കറിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ, അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കറിയൊക്കെ ചൂടോടെ കഴിക്കരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.